പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്തിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാശ്രയിക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഡെയിലി ബ്രെഡ് ഒത്തിരി പേരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. പിന്നെ ചെറിയ വചനങ്ങൾ ഉടമ്പടി അധിഷ്ഠിതമായിട്ട് കേൾക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. ഉടമ്പടി ജീവിച്ചു പോകുമ്പോഴേ പലർക്കും പലതരം സംശയങ്ങളായിരിക്കും. അപ്പോൾ അതിലൂടെ അതൊക്കെ കർത്താവ് എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തരും. ഞാൻ നിങ്ങളോട് അതാത് ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ കിട്ടും ഉടമ്പടി മുന്നോട്ട് പോകാൻ വേണ്ടി. ഇപ്പം ഞാനിത് പറയാൻ കാര്യം അറിയോ, അതായത് പണ്ട് ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒരു തിരുത്തൽ കിട്ടിയാൽ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നമ്മുടെ ഞാൻ കടലോര കൺവെൻഷനൊക്കെ നടത്തുന്ന കാലത്ത് കടലിൽ കൺവെൻഷൻ നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, എപ്പോഴും ഞങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പം അതിന് ആ കടലിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കരയിലേക്ക് ഞാൻ വള്ളത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും ഒരു 10,000-50,000 പേര് ആദ്യ ദിവസം കാണും. പിന്നെ അത് കൂടി 2 ലക്ഷമൊക്കെ ആവും ഓരോ ദിവസം കഴിയുമ്പോൾ. പക്ഷേ ഞാനിതിനെ വളരെ കഷ്ടപ്പെട്ടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത്, പക്ഷേ കർത്താവിൻ്റെ അരളിക്കായും, അരളിക്കായുടെ ഷെയ്ഡാണ്, കണ്ട അരളിക്കാണെന്ന് പറയും, പക്ഷേ അരളിക്ക നേരിട്ട് കാണിക്കത്തില്ല. പക്ഷേ അതേസമയത്ത് അവിടെ എൻ്റെ ഒരു പടം കാണിക്കുമായിരുന്നു. എന്നിട്ട് കടലോര കൃപാവരെ നയിക്കുന്നത് ഫാദർ ജോസഫ് വലിയ വീട്ടിലൊക്കെ പറഞ്ഞ ബോർഡ് എന്നിട്ട് നമ്മുടെ ഈ പ്രേക്ഷിതർ കൊണ്ടുപോയി ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കും. ഇവിടെ നാട്ടിലെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കും. ഒരു ദിവസം അന്നത്തെ ആലപ്പുഴ ബിഷപ്പേ പീറ്റർ പിതാവാണ് എങ്ങനെയോ ഇത് വഴിയെ പോകുമ്പോൾ ഇത് കണ്ട ഉടനെ പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ച്. പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും അമിതമായിട്ട് ഇടപെടുന്ന ആളല്ല, വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടണത്. അപ്പം ഇത് എന്നെ വിളിപ്പിച്ച് ചോദിക്കണേ, നിങ്ങളെ തന്നെ കച്ചവടം ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കന്ന് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതായത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം, അതുപോലെയാണ് ബിഷപ്പിനത് തോന്നിയത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പബ്ലിക്കിന് വേണ്ടിയല്ലേ ഇത് ചെയ്യണത്. അപ്പോൾ പബ്ലിക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും മോശമായിട്ടല്ല എൻ്റെ ഇഫക്റ്റ് വരണത്. ഞാനത് റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് പിതാവിൻ്റെക്ക് എന്ന് പറഞ്ഞു പോന്നു, കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പോസ്റ്റ് പിന്നെ ഇറക്കില്ല. അതല്ല ഇതിൻ്റെ വിഷയം വരണതേ. നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കേരളത്തിൽ 100 ആതുരാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതുരാലയങ്ങൾക്കെല്ലാം ഇപ്പോൾ കുശാല. എന്താ കാര്യം? അവരുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആതുരാലയത്തിൽ ചെന്ന് പാത്രം കഴുകുകയും രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. പല ആതുരാലയങ്ങളും എന്നോട് അങ്ങനെ പറഞ്ഞിട്ട്, വെച്ചാൽ ഉടമ്പടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണത്. പക്ഷേ ആ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അത് ഐസയ 6 ആ ഐസയായോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, അല്ലേ? ഒരു സ്വർഗീയമായ കാഴ്ച, കെറൂബുകൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവരുടെ ചിറകുകളിങ്ങനെ ഒലയുമ്പോൾ പെരുവെള്ളം ഇരയുന്ന പോലെ തോന്നുന്നു. ഭയങ്കര സുഗന്ധാഭിഷേകത്തിൻ്റെ ഒരു ധൂമ്ര പുക മേഘങ്ങൾ നിറയുന്നു. അതിൽ സ്വർണാങ്കിതനായി ആരൂഢനായി സിംഹാസനസ്ഥനായിരിക്കുന്ന ദേവപിതാവിൻ്റെ തിരുസന്നിധാനം ഇങ്ങനെ ഐസയ കണ്ട് പരിഭ്രമിച്ചു, പേടിച്ചു, സങ്കടപ്പെട്ടു വീണു. ഞാൻ പാപിയാണ്, പാപികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് കാഴ്ച പോലും താങ്ങാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൽത്താറെ എരിയുന്ന കുന്തിരിക്ക കലശത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു മലാഖ വന്ന് കനലെടുത്ത് ഇവൻ്റെ നാവിൽ വെച്ചു.
നാവിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുക എന്ന് പറയും. മലാഖ ഒന്നും പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം, നീ ശുദ്ധിയുള്ളവനായിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അവിശ്വസ്തത ഓർത്തുകൊണ്ട്, അശുദ്ധത ഓർത്തുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. ആശങ്ക അല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നീ വിശുദ്ധനാകാൻ നിനക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്. ആശങ്കയല്ല വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, കനൽ കൊണ്ടുവന്നിരിക്കേണ്ടത് കനലല്ല, വചനമാണെന്നല്ല എൻ്റെ അർത്ഥം. വചനത്തിൻ്റെ കനൽ രൂപമാണ് ഈശോ യെശയ്യായുടെ നാവിൽ തുറന്നത്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ പറഞ്ഞത് അത് വചനമല്ല, കനലല്ല, വചനമാണ്. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പൊള്ളും, നാവിൽ മാത്രമല്ല. വചനം സത്യസന്ധമായിട്ട് വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. കാര്യം എന്താ, നമുക്ക് നഷ്ടമല്ലേ വരത്തുള്ളൂ, ലാഭം വരുക. വചനം കനലാണെന്ന് പറയാൻ കാര്യം, സത്യസന്ധമായ വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. ഉടമ്പടി നമുക്ക് പൊള്ളും ശരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കർത്താവിൻ്റെ വചനം നടപ്പിൽ വരുത്തുക, അവൻ പറയണ പോലെ ചെയ്യാൻ. അപ്പം അവിടെ വരുന്നൊരു വിഷയം, ആരെനിക്ക് വേണ്ടി പോകുന്നില്ലേ? നിങ്ങൾ പോകുന്നുണ്ടേ, ആതുരാലയങ്ങളിൽ പോകുന്നു, അനാഥാലയങ്ങളിൽ പോകുന്നു, ആശുപത്രികളിൽ പോകുന്നു, അവർ തന്നെ ചിലർ പാലിയേറ്റീവ് കെയറിൽ പോകുന്നു. ഇന്നാളൊരു സഹോദരി പറഞ്ഞു, ഞാൻ പാലിയേറ്റീവ് കെയറിലാണ്, എപ്പോൾ അവിടുത്തെ രോഗികളെ കുളിപ്പിക്കാൻ പോകുന്നു. പാലിയേറ്റീവ് കെയറിലെ അവസ്ഥ അറിയാമല്ലോ, ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് വലിയൊരു കാര്യമായിട്ട് ചെയ്ത് സന്തോഷിക്കും. പക്ഷേ അതിൻ്റെ ബേസിക് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആർക്ക് വേണ്ടിയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് ആതുരാലയത്തിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് കാരുണ്യഭവനങ്ങളിൽ പോണത്? എല്ലാം നമുക്ക് വേണ്ടിയല്ലേ. നമ്മുടെ വിസ പ്രോസസ് ചെയ്യാൻ, നമ്മുടെ PR കിട്ടാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ ജപ്തി മാറാൻ. ഇത് ഒരു ഉടമ്പടി ബന്ധം ദൈവം ഉദ്ദേശിക്കണില്ല. എന്താ കാര്യം? ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ളതാണ്, അല്ലാതെ നമുക്ക് വേണ്ടി പോകുന്നതല്ല. നമ്മൾ പോണ പല കാരുണ്യ പ്രവൃത്തിയിൽ നമുക്ക് വേണ്ടി പോവുകയാണ് നമ്മൾ. അതാണ് ഉടമ്പടിയിൽ നല്ലവണ്ണം പ്രവർത്തികൾ ചെയ്യുന്നവരും അതിൻ്റെ സ്വിച്ചിങ് കറക്റ്റല്ലാത്ത കാരണം അവർ പവറാകുന്നില്ല. എന്താ കാര്യം? അവരാ ചെയ്യണ കാര്യം അവരുടെ കാര്യങ്ങളുടെ ഇൻറ്റൻഷന് വേണ്ടിയാണ് ചെയ്യണത്. അങ്ങനെ ഉടമ്പടിയിലുള്ള ഒരാളിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ദൈവമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ വചനം എടുത്ത് ആരെനിക്ക് വേണ്ടി പോകുന്നുള്ളത് യെശയ്യാ 6:8. യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. കർത്താവിനോട് ഇതാ ഞാൻ എന്നെ അയച്ചാലും, ഞാൻ എൻ്റെ വിസ പ്രോസസ്സ് ചെയ്യാനോ എൻ്റെ മകള് എൻ്റെ കല്യാണം വെക്കാനോ വേണ്ടിയല്ല. അത് അവിടെ ഒരു വശമാണത്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചു ഓൾറെഡി. ഞാൻ ചെയ്യണ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധമില്ല. അത് ഞാൻ ചെയ്യണ കാര്യം എന്താണ്? നിനക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയും നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരാൻ വേണ്ടിയുള്ള ആഗ്രഹവും നിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പോവുകയാണ്. ആ ഒരു ഫോർമാറ്റിലേക്ക് ഇത് റീചേഞ്ച് ചെയ്ത് വരണം. പാളം തെറ്റി കിടക്കുന്ന ഉടമ്പടികൾ പാളത്തെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ കർത്താവിന് വേണ്ടി പോകുന്നൊരു വ്യക്തിയാണെന്ന് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോഴും, മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി അതിരാലയങ്ങളിൽ പോകുമ്പോഴും ഓർക്കുക, ഇത് നിനക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.